ഹോളിഡേ ആയതുകൊണ്ട് ഇന്ന് എന്തായാലും വർക്ക് തോനെയാണ് ഇവിടെ ചെടിയത്. നാട്ടിലൊക്കെ ഉള്ള ചെടിയാണ്. कल का वीडियो में से अपलोड किया, आज एक बजे आएगा. മാർക്ക് ചെയ്യുന്ന മാർക്കിങ്സ് അപ്പോൾ ഡ്രോയിങ്ങിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് അവിടെ ഇതാകുമ്പോൾ ഫുള്ള് കവറായി കിടന്നോളൂ. ഓ പോയിന്റ് ഏക്കാ റൂമിൽ പോകണം 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക്. ഹലോ, വെൽക്കം മൈ ചാനൽ. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നെനിക്ക് കുറച്ച് ഇവിടെ ലെവൽ മാർക്കിംഗ് ഉണ്ട്, പിന്നെ കുറേ PCC മാർക്ക് ചെയ്യാനുണ്ട്, പിന്നെ കുറേ ഏരിയ എക്സ്കവേഷൻ ചെക്ക് ചെയ്യാനുണ്ട്, കുറച്ച് ഇന്നും ഭയങ്കരമായിട്ട് വർക്ക് തോനെയാണ്. ഇന്നലെ ഇവിടെ ഹോളിഡേ ആയതുകൊണ്ട് ഇന്ന് എന്തായാലും വർക്ക് തോനെയാണ് ഇവിടെ. രാവിലെ തന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഒരു ചായ കുടിക്കാൻ വിചാരിച്ചു. റോഡൊക്കെ വളരെ ശാന്തമാണ്. പ്രത്യേകിച്ച് ഇന്ന് ഇവിടെ സാറ്റർഡേ ആണ്, തിരക്ക് വളരെ കുറവായിരിക്കും. ഇവിടെ പൊതുവെ ഇവിടുത്തെ ഗവൺമെൻറ്റിന് ഒരു 2 ദിവസം ലീവ് ഇടും, വെള്ളി ശനി. സോ ഇവിടെ റോഡിൽ വാഹനങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. ഇത് നമ്മുടെ ചായക്കട. ഇവിടെ പോയിട്ട് ഒരു ചായ കുടിക്കണം. ഉണ്ടല്ലേ നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന ചെടിയത്, നാട്ടിലൊക്കെ ഉള്ള ചെടിയാണ്. ഇതിൻ്റെ പേരെന്താണെന്ന് അറിയത്തില്ല, എന്തായാലും കൊള്ളാം. നമ്മൾ ചായ വാങ്ങി പുറത്തിറങ്ങി. ഹോട്ടലിൽ നല്ല തിരക്ക്. ഇന്നലത്തേനേക്കാളും കുറച്ച് മധുരം കുറവുണ്ട്, അതുകൊണ്ട് കൊള്ളാം. റോഡിലൊന്നും ഒരാളും ഇല്ല, തിരക്ക് വളരെ കുറവാണ്. ആ കാറിൽ നമ്മളുടെ സൈറ്റിലെ ഇതാണ്, ഫോർമാനാണ്. हाय शहजाद भाई, बस ये वैसे ही घट नहीं लग रही क्योंकि मैं एक बोतल दुध की मंगवाई है तो अंडे का एक मंगाए ना आप किधर गया? किसको फोटो भेज रहे वीडियो? नहीं, वो जस्ट वीडियो शूट कर रहा है. ये एक्सकवेशन हो रहा है और ये एक्सप्रेस रोड मस्कत जा रहा है, हाईवे रोड. आज रास्ता में कोई गाड़ी नहीं है, कम थी है गाड़ी. कल होएगा आज क्या है, छुट्टी है. वो जियाद बोला इधर ही है एक सिक्योरिटी आने के लिए. हाँ इधर आ गया ना, उधर बंद है. बंद है इधर तो देखा. उसको बोलो एसी लगा के दो. एसी करंट नहीं है ना, पावर ही नहीं है. उसको बोलोगे तो वो करेगा. अच्छा आदमी शरीफ आदमी. अच्छा आदमी. आप किधर जाएगा? मैं स्लो साइड नजर आ रहा है. हाँ, मैं उधर जा रहा है. किधर मालूम है? वो हमारा आधा कॉम्पिटिशन किया, उधर भी मार करने के लिए बोला मकसूद. ओके, मैं उधर जाएगा. കുറച്ച് PCC മാർക്ക് ചെയ്യാനുണ്ട്, കുറച്ച് വർക്കുണ്ട്. പക്ഷേ ഇതുവരെ അവിടുത്തെ കോമ്പക്ഷൻ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടില്ല, ഒരു പാതി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് തീരുമ്പോഴത്തേന് മാർക്ക് ചെയ്യണം. അപ്പോൾ അതിനുശേഷം ഇവിടെ വേറെ കുറച്ച് വർക്ക് ഇടുന്നുണ്ട്. അവിടെ ഇപ്പോൾ ജസ്റ്റ് പോകണമെങ്കിൽ അവിടെ കുറച്ച് ലെവല് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ലെവലൊന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. പിന്നെ ഇന്ന് കുറച്ച് സ്ലാബിൻ്റെ കോൺക്രീറ്റ് ഉണ്ടാകാം. സോ അതുകൊണ്ട് അവിടത്തെ ഒന്ന് കുറച്ച് ലെവൽ ചെക്ക് ചെയ്യണം. मोफजल भाई, कल का वीडियो में से अपलोड किया, आज एक बजे आएगा. हाँ 1 बजे आएगा.
1 बजे मैं टाइम किया, 1 बजे आ गया आएगा हमारा। वो वीडियो नहीं है, उसी टाइम में एक बनाया, वो वीडियो में थोड़ा थोड़ा गलती है, फिर भी मैं कल एक वीडियो बनाया, कल का वीडियो अपलोड किया। अभी वो वाला वीडियो सही नहीं है, अभी आज शूट करेगा, मैं कल का बाद अपलोड करेगा। नहीं है, डेली अपलोड करने का सही नहीं, एक दिन का बाद वो आधा घंटा का ऊपर आएगा। वो हमारा कितना MB है उतना स्लो आएगा, वाईफाई स्पीड है तो जल्दी आएगा, नहीं है तो ज्यादा स्लो में आएगा। कल मेरे को आधा घंटा का ऊपर आ गया वीडियो अपलोड आने के लिए। കുറച്ച് ലെവൽ ചെക്ക് ചെയ്യാനുണ്ടായിരുന്നു, ലെവലൊക്കെ ചെക്ക് ചെയ്തു, കുഴപ്പമില്ല. ഇനി നിലവിൽ വർക്ക് കിടക്കുന്ന സ്ഥലം, ഇവിടെ സ്ലാബിൻ്റെ വർക്കാണ് നടക്കുന്നത്. ഇതാണ് സാബ്. ഇപ്പോൾ അവിടെ ഇരിക്കുന്ന മൊബിസൽ പുള്ളി വലിയ കാര്യമാണ്, ബംഗ്ലാദേശാണ്, പക്ഷെ പുള്ളി അത് നല്ല കമ്പനിയാണ്. നമ്മൾ ഇതേപോലെ കോളത്തിനടുത്ത് ഇങ്ങനെ ഈ ഒരു ലൈൻ കണ്ടില്ലേ, എന്താണ് നമ്മൾ മാർക്ക് ചെയ്യുന്ന മാർക്കിങ്സ്, അപ്പോൾ ഡ്രോയിങ്ങിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് അവിടെ കുറേ ലെവൽസ് ഉണ്ടായിരിക്കും. ആ ലെവൽ നമ്മളിവിടെ ഫ്ലോർ ലെവൽ ഇവിടെ ഒരു 1 മീറ്റർ അപ്പാക്കിയിട്ട് നമ്മൾ മാർക്ക് ചെയ്യും. ശേഷം അവിടെ നിന്ന് ഇവർ മീറ്ററിൽ അവരുടെ സ്ലാബിൻ്റെ ഹൈറ്റ് അവർ ഇത് ചെയ്യും, പ്ലാറ്റ്ഫോം അടിക്കും. ശേഷം നമ്മൾ മെഷീനിൽ ഈ പോർഷൻ ഫുള്ള് ചെക്ക് ചെയ്യും. നമ്മളുടെ ഡ്രോയിങ്ങിനെ ബേസ് ചെയ്തിട്ട് അവിടെ കറക്റ്റ് എത്തിയിട്ടുണ്ടോ, ഇവർ ചെയ്ത് കറക്റ്റ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യും. നല്ല ചൂടായതുകൊണ്ട് കാരണം നല്ലപോലെ പോലും തുറക്കാൻ പറ്റത്തില്ല, എന്നാ ചൂടാണ് ഇവിടെ. നമ്മൾ ഇന്നലെ മാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലമാണ് ഇത്. നമ്മൾ കഴിഞ്ഞ ദിവസം മാർക്ക് ചെയ്ത എക്സ്കവേഷന് വേണ്ടി മാർക്ക് ചെയ്തതാണ്. എക്സ്കവേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പുറത്ത് എക്സ്കവേഷൻ മുമ്പ് കഴിഞ്ഞ ഭാഗത്തെ കുറച്ച് മണ്ണ് ടിപ്പറിൽ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇത് ഭയങ്കര ഇവിടെ ഫുള്ള് റോക്കാണ്. ഇത് കണ്ടാൽ നമ്മളൊരിക്കും മൺകട്ട പോലെ തോന്നിക്കും, പക്ഷെ സംഭവം ഇത് നല്ല കട്ടിയുള്ള പാറ പോലെ കട്ടിയുള്ള സാധനമാണ്. സോ ഇതിൽ ഈ ബ്രേക്കർ വെച്ചിട്ട് നല്ല ടൈം എടുക്കും ഇത് കട്ട് ചെയ്ത് കഴിയാൻ, മനസ്സിലായോ? വരെ കട്ട് ചെയ്യണം, അത്രയും കട്ട് ചെയ്തിട്ട് വേണം ഉറപ്പാൻ. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാനെൻ്റെ മുഖത്ത് മുഖംമൂടിയൊക്കെ ഇട്ട് വെച്ചു. ഇവിടുത്തെ ചൂടിന് നമ്മൾ മുഖത്ത് ഇങ്ങനെ എന്തെങ്കിലും ഇത് ചെയ്യേണ്ടി വരും, കവർ ചെയ്യേണ്ടി വരും. അല്ലാത്ത പക്ഷം നമ്മുടെ മുഖത്ത് ഭയങ്കരമായിട്ട് സൺ ടാൻ വരികയാണ്, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. വല്ലാണ്ട് ഫേസ് ഭയങ്കരമായിട്ട് ഡാർക്കാവും. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ ഈ ഫേസിലൊരു മാസ്ക് യൂസ് ചെയ്യാൻ. ഇതാകുമ്പോൾ ഫുള്ള് കവറായി കിടന്നോളൂ, മനസ്സിലായോ? ഓക്കെ, അങ്ങനെയാണ്. ഇന്ന് പക്ഷേ നല്ല ചൂട് കുറവുണ്ട് കേട്ടോ. കാര്യം ഇന്ന് അത്ര ചൂടില്ല, എങ്കിലും ചൂടുണ്ട്. പക്ഷെ ചൂടിന് കുറച്ച് ഇതുണ്ട്, കുറവുണ്ട്. അല്ലാത്ത പക്ഷേ ഇവിടെ ഭയങ്കരമായിട്ട് ചൂടാണ്, മനസ്സിലായോ? ഇന്ന് പക്ഷേ ചൂടിന് കുറച്ച് കുറവുണ്ട്. എങ്കിൽ കൂടി നമ്മൾ ഈ മാസ്ക് യൂസ് ചെയ്യണം, അല്ലാത്ത പക്ഷം നമുക്ക് ഭയങ്കരമായിട്ട് ഇതുണ്ടാകും, ഫേസ് ഭയങ്കരമായിട്ട് ഡാർക്കാവും. ഇവിടെ ഭയങ്കരമായിട്ട് കാറ്റടിക്കും. അപ്പോൾ കാറ്റടിക്കുമ്പോൾ ഈ ഒരു എക്സ്കവേഷൻ കഴിഞ്ഞിടത്തു നിന്നുള്ള പൊടി ഇങ്ങനെ പറന്ന് നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് രാത്രിയിൽ നമുക്ക് ഭയങ്കരമായിട്ട് ചുമയും ബ്രീത്തിങ് ഇഷ്യൂസൊക്കെ ഉണ്ടാവും. സോ എപ്പോഴും ഒരു മാസ്കോ അല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും ഒന്ന് യൂസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. നമ്മളുടെ സേഫ്റ്റി എപ്പോഴും നോക്കണ്ടേ. നമ്മൾ രാവിലെ ചായ പിടിക്കാൻ നേരത്തെ ഒരു ഫോർമാനെ കണ്ടില്ലേ, കാർ കൊണ്ട് വന്നില്ലേ? പുള്ളിയുടെ വണ്ടികളാണ് ഇതെല്ലാം, പുള്ളിയുടെ സ്വന്തം വണ്ടികളാണ്. ഈ കളൊക്കെ വന്ന് ഇവിടെ ലൈഫ് ഇവിടെ എംപ്ലോയ്ഡൊക്കെ വന്ന് ജോലി ചെയ്യുമ്പോൾ അവരൊക്കെ വന്ന് കുറച്ച് നാൾ ഇവിടെ ജോലി ചെയ്ത് പിന്നെ നാട്ടിൽ നിന്നൊക്കെ ഫണ്ട് കുറേ കളക്ട് ചെയ്തിട്ട് അവർ ഇതേപോലെ ടിപ്പർ JCB അങ്ങനെ കുറേ അവർ പർച്ചേസ് ചെയ്തിട്ട് പിന്നെ അവരിങ്ങനത്തെയുള്ള എക്സ്കവേഷൻ അല്ലാതെ എവിടെയെങ്കിലും റോഡ് ഫില്ലിങ് അങ്ങനെ ഇങ്ങനെ വർക്കുകളൊക്കെ ചെയ്യും. സ്വാഭാവികമായിട്ടും അവർക്കൊരു 5 ഇയർ 10 ഇയറൊക്കെ വർക്ക് ചെയ്യുമ്പോൾ തന്നെ അവർ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടൊക്കെ അവർക്ക് നമുക്കുള്ള ലാഭമാണ്. നമ്മൾ പക്ഷേ എപ്പോഴും ഒരു നമ്മളുടെ ഒരു
സേഫ്റ്റി എപ്പോഴും നമ്മൾ നോക്കണം. നമ്മൾ സേഫ് ആയിട്ട് ഒരിടത്ത് ജോലി കിട്ടി കഴിഞ്ഞാൽ ഓക്കെ ഇവിടെ സേഫ് ആണെങ്കിൽ നമ്മൾ അവിടെ കളിക്കും. ഓക്കെ മന്ത്ലി എപ്പോഴും ആ ഒരു സാലറി നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. സോ ഇങ്ങനെ അങ്ങ് കണ്ടിന്യൂ ചെയ്യാന്നുള്ള രീതിയിൽ നമ്മൾ ആ ഒരു സാലറി മാത്രം ഫോക്കസ് ചെയ്തിട്ട് പോകും. പക്ഷെ ഇവരെന്ന് പറയുമ്പോൾ സാലറിക്കപ്പുറം അവർ സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള ഒരു മൈൻഡ് എപ്പോഴും ഇവർക്കുണ്ടാവും. സ്വാഭാവികമായിട്ട് ഇവർ ഫണ്ടുകളൊക്കെ സാലറിയിൽ ഇവർ ഫണ്ട് സേവ് ചെയ്ത് വെച്ച് പിന്നെ ലോണൊക്കെ അപ്ലൈ ചെയ്ത് ഇവർ പറയുന്നത് ഇതേപോലെയുള്ള വണ്ടികൾ അല്ലെങ്കിൽ റൂം ലോഡർ അല്ലെങ്കിൽ ഇതേപോലെ എക്സ്കവേഷൻ്റെ വണ്ടികൾ ടിപ്പർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാഹനങ്ങൾ ഇവർ പർച്ചേസ് ചെയ്തിട്ട് ലോണിൽ പർച്ചേസ് ചെയ്തിട്ട് ഇവർ ഇങ്ങനെ ഇതേപോലെ എക്സ്കവേഷൻ അങ്ങനെ മാർക്കറ്റ് ചെയ്ത് സ്വാഭാവികമായിട്ട് ഇവർക്ക് കിട്ടുന്ന നല്ല ഫണ്ട് കിട്ടി. ഞാൻ ഒരിക്കൽ പുള്ളിയോട് ഡിസ്കസ് ചെയ്തിരുന്നു ഇതിനെക്കുറിച്ചൊക്കെ എങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലേക്കാൾ റേറ്റാണ് ഇവിടുത്തെ എക്സ്കവേഷൻ. നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിൻ്റെ 2 ഇരട്ടിയിൽ മേലെ പൈസയാണ് ഇവിടെ സ്ക്വയർ മീറ്റർ എന്ന ഇതിൽ എക്സ്കവേഷൻ കിട്ടുന്ന പൈസ. സ്വാഭാവികമായിട്ടും നല്ല എമൗണ്ട് ഉണ്ട് ഇവിടെ എക്സ്കവേഷൻ. മൊത്തത്തിൽ എബ്രോഡ് ഫുൾ എല്ലാത്തിനും നല്ല എമൗണ്ട് ഉണ്ട്. ജോലി നമ്മുടെ സാലറി അത് നോക്കി വേണ്ട, അത് ചില അതിന് ലിമിറ്റേഷൻ ഉണ്ടാവും. അല്ലാത്ത പക്ഷം ഇതിന് ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ എബ്രോഡ് എപ്പോഴും അതൊരു ഗുഡ് ചോയ്സ് തന്നെയാണ്. ബിക്കോസ് എല്ലാത്തിനും നമ്മുടെ നാട്ടിലെ എമൗണ്ട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എല്ലാത്തിനും ഡബിളാണ്. ഇപ്പോൾ ഒരു കൺസ്ട്രക്ഷനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ പോലും ഇവിടെ ഒരു ബിൽഡിങ്സ് ചെയ്ത് കൊടുക്കുന്നതിനുള്ള എമൗണ്ട് നമ്മുടെ നാട്ടിൽ ചെയ്ത് കൊടുക്കുന്നതിന് നല്ല വ്യത്യാസം. ഓക്കെ ഇത്ര നേരം ചൂടില്ലായിരുന്നു, പക്ഷെ അത് നല്ല ചൂടായി തുടങ്ങി. നല്ല ഇതടിക്കാൻ തുടങ്ങി. പിന്നെ നമ്മൾ കയ്യിൽ ഇതേപോലെ ഗ്ലൗസൊക്കെ ഇടണം. അകത്തൊരു മാസ്ക് ധരിക്കണം, കയ്യിൽ ഗ്ലൗസ് ഇടണം. കാര്യം ഭയങ്കര ചൂടായി ഇവിടെ. നമ്മളുടെ സേഫ്റ്റി എപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി നമ്മളുടെ സേഫ്റ്റിയാണ്. നമ്മുടെ സേഫ്റ്റി അതിനുശേഷം സാലറി മറ്റു കാര്യങ്ങൾക്ക് പ്രയോറിറ്റി ഉണ്ട്. ഞാൻ ഇവിടെ ഒരു വണ്ടിയിൽ കണ്ടതാണ്. നമ്മുടെ നാട്ടിലെ വാഹനങ്ങൾ അങ്ങനെ ഉണ്ടോ എന്നുള്ള എനിക്കറിയില്ല. ബിക്കോസ് ഞാൻ ഇവിടെ നമുക്ക് കുറേ നാട്ടിലെ വാഹനങ്ങളൊന്നും അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ എന്തോ വലിപ്പമെന്നറിയോ വണ്ടി, നല്ല വലിപ്പമുണ്ട്. ഇതേപോലെ കുറേ വണ്ടികളുണ്ട് ഇവിടെ. ഇത് മാനിൻ്റെ വണ്ടിയാണ്. പിന്നെ ഇവിടെ കൂടുതലും ടിപ്പറുകൾ ഞാൻ കണ്ടിട്ടുള്ളത് മൊത്തം മാനിൻ്റെ വാഹനങ്ങളാണ്. मैं मकसूद का बोला इधर आके पीसीजी मार करने के लिए आदमी चाहिए बोला. पहले मेरे को बोला बाद में दे देगा, फिर भी मैं बोला इतना साफ इलाका काम के लिए ज़्यादा टाइम चाहिए, तो इसलिए हम लोग उधर जाके मार करना पड़ेगा. वो पॉइंट देगा, वो नया वाला पॉइंट है. ऐसा वाला पॉइंट में उधर भी वो विला का सामने ऐसा एक पॉइंट है. सेम विला में, हाँ सेम विला में वो ऐसा एक पॉइंट. हाँ फर्स्ट उधर 2 पॉइंट है. वो 2 पॉइंट हम लोग पकड़ने का बाद इधर आके पकड़ना पड़ेगा. पहला कितना जाएगा? पहले आप इधर आओ. അവർ നമ്മൾ കൺട്രോൾ പോയിന്റ്സ് ഒക്കെ പറഞ്ഞു കൊടുത്തു. ഇനി ഒരു മെഷീൻ സെറ്റ് ചെയ്തിട്ട് പോയിന്റ് ക്രോസ് ചെയ്യണം. ശേഷം PCC പോയിന്റ്സ് മാറിക്കണം. ഞാൻ ഓൾറെഡി PCC പോയിന്റ് മെഷീനിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിനിയിപ്പോൾ അത് സൈറ്റിലത് റെക്കോർഡ് ചെയ്യണം. ഇന്ന് നല്ല ഇപ്പോൾ ഏറെക്കുറെ ഒരു 11 മണിയോളം ആയിട്ടുണ്ട്. ഇവിടത്തേക്ക് ചൂടായി. ഇത് മൊത്തത്തിൽ ഒരു 7 വില്ല അടുപ്പിച്ചുണ്ട്. സ്വാഭാവികമായിട്ട് ഇന്നത്തെ ദിവസം ഫുള്ള് ഇവിടെ നിൽക്കില്ല. ഫുള്ള് ദിവസം നിന്നാൽ തന്നെ മാർക്ക് ചെയ്ത് കിട്ടാൻ പറ്റും. കുറേ ഫുട്ടിങ്സ് ഉണ്ട്. ഫുട്ടിങ് എല്ലാം കൂടെ മാർക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരു സമയം. എന്തായാലും നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇത് ചെയ്യണം. എന്താ പറയുക, അവർ പോയിന്റ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി അവൻ ആ പോയിന്റ് മെഷീനിൽ നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യണം. ശേഷം നമുക്ക് ഇവിടെ റെക്കോർഡ് ചെയ്യേണ്ടത്. मारा दूसरा वाला. हाँ उधर मारो 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 मारो. हाँ ऐसा मारो. हाय സമയം 5 മണിയായി. ഇപ്പോൾ ഒരു ചായ കുടിക്കണം. പിന്നെ ഇന്നത്തെ നമ്മുടെ വർക്ക്
ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനിയിപ്പോൾ പോയൊരു ചായ കുടിക്കണം, പിന്നെ നേരെ റൂമിൽ പോകണം 6 മണിയൊക്കെ ആകുമ്പോഴത്തേന്. വർക്ക് വേറെ നിലവിലൊന്നും ഉണ്ടാവില്ലെന്ന് വിശ്വസിക്കുന്നു. ഒന്നും ഇതുവരെ ഉണ്ടാവിയിട്ടില്ല. ഇനി നോക്കാം വർക്കെല്ലാം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. എന്തായാലും ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ ഇന്നലെ പോയ കടയിൽ തന്നെയാണ് ചായ കുടിക്കാൻ പോകുന്നത്. പോയൊരു ചായ കുടിക്കുക, തിരിച്ചു വരിക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ബൈ. ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു.